FC ഗോവയുടെ അടിപൊളി ഡിഫെൻസീവ് ഡിസ്പ്ലേ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എനിക്കറിയാം കുറച്ച് കാലമായി നമ്മളെ കണ്ടിട്ട് കുറച്ച് വൈഡാണ് വീഡിയോ. ഏതായാലും നമുക്ക് ആ സച്ചിൻ സുരേഷിൻ്റെ മിസ്റ്റേക്കിൽ നിന്ന് വന്ന ആ ഗോളൊന്ന് മുഴുവനായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. Guys, this video is brought to you by Play by Metrica Sports, the fundamental tool for every coach and analyst. Create and manage all your video analysis in one platform. Use a coupon code SON14 at checkout for 10% discount. FC ഗോവ വളരെ ക്ലവറായിട്ട് ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് അവരുടെ റൈറ്റ് വിങ്ങറിലേക്ക് എത്തിച്ച പന്ത് റൈറ്റ് വിങ്ങറെ മാർക്ക് ചെയ്യാൻ ബാധ്യസ്ഥനായിട്ടുള്ള നമ്മുടെ ലെഫ്റ്റ് ബാക്ക് നവോച്ച അങ്ങോട്ടേക്ക് കയറി ആക്രമിക്കുന്നു. നവോച്ച അങ്ങനെ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാമെങ്കിൽ പോലും അതൊരു വലിയ മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ കണക്കിലെടുക്കുന്നില്ല. ഇറ്റ് ഹാപ്പൻ. നവോച്ച അത് പ്രസ് ചെയ്യാതിരുന്നാൽ റൈറ്റ് വിങ്ങർ അത് കൂളായിട്ട് റിസീവ് ചെയ്യുകയും ഡിഫൻസിനിടയിലൂടെ മുൻപിലേക്ക് ഓടുന്ന റൈറ്റ് ബാക്ക് ബോറിസ് സിംഗിലേക്ക് നൽകുകയും ചെയ്യും. Somehow it will happen. So he pressed the ball, pressed the player and won the ball. അറ്റാക്കറുടെ കാലുകളിൽ നിന്ന് പന്ത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ബട്ട് ഹി ലെഫ്റ്റ് ഹിസ് പൊസിഷൻ. സോ ഒരു വലിയ സ്പേസ് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ഓപ്പൺ ആണ്. ആ പൊസിഷനിലേക്കാണ് ബോറിസ് സിംഗ് ഓടിക്കയറുന്നതും ഗോൾ നേടുന്നതും. സോ എൻ്റെ ചോദ്യം ഇതാണ്, നോവ അവിടെ എന്താണ് ചെയ്യുന്നത്? ബോറിസ് സിംഗിനെ മാർക്ക് ചെയ്യേണ്ടത് അദ്ദേഹമാണ്. ലെഫ്റ്റ് ബാക്ക് ഒഴിച്ചിടുന്ന സ്പേസ് കവർ ചെയ്യേണ്ടത് ലെഫ്റ്റ് വിങ്ങറാണ്. പന്ത് ഓപ്പൺ സ്പേസിൽ ബോറിസ് സിംഗിന് കിട്ടിയതിന് ശേഷമാണ് നോവ ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് അറിയുന്നത്. അപ്പോഴേക്കും തന്നെ നവോച്ച തിരിച്ച് ഓടാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടായിരുന്നു. ബോറിസ് സിംഗ് പാസ് റിസീവ് ചെയ്ത് പന്തുമായിട്ട് മുമ്പോട്ടേക്ക് നീങ്ങുന്നു. രണ്ട് അറ്റാക്കേഴ്സ് ബോക്സിലേക്ക് റൺ ചെയ്യുന്നുണ്ട്. ബോറിസ് സിംഗ് പന്തുമായിട്ട് ബോക്സിലെത്തി ക്രോസ് ചെയ്യാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടേക്ക് നവോച്ച ഓടി തിരിച്ചെത്തുന്നുണ്ട്. ഒരു 80% അത് ക്രോസ് തന്നെയാവാനാണ് സാധ്യത. കാരണം റീപ്ലേ നോക്കുമ്പോൾ ഓട്ടത്തിനിടയിൽ ബോറിസ് സിംഗ് എല്ലാ തവണയും മുൻപിലേക്ക് ഓടുന്ന ആ രണ്ട് അറ്റാക്കേഴ്സിലേക്കാണ് നോക്കുന്നത്. ഒരു തവണ പോലും പോസ്റ്റിലേക്ക് നോക്കുന്നില്ല. സോ 6 യാർഡ് ബോക്സിലേക്ക് ഒന്ന് സ്ക്വയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു ടാപ്പിന് സാധ്യതയുണ്ട്. അതായിരിക്കണം ശ്രമിച്ചിട്ടുണ്ടാവുക. മാത്രമല്ല ഈ ഒരു പൊസിഷനിൽ നിന്ന് പൊതുവെ ആൾക്കാർ നിയർ പോസ്റ്റിൻ്റെ ബോട്ടം കോർണറിലേക്ക് ഷോട്ട് പ്രിഫർ ചെയ്യാറില്ല. കാരണം അത്തരം ഷോട്ടുകൾ തടുക്കുക എന്ന് പറയുന്നത് ഗോൾ കീപ്പറിന് ഈസിയാണ്. ഒരു 90% കേസിലും അത് വളരെ കൂളായിട്ട് ഗോൾ കീപ്പർ തടുത്തിടും. പക്ഷെ ആ ഒരു ഏരിയയിൽ നിന്ന് നിയർ പോസ്റ്റിൻ്റെ ടോപ്പ് കോർണറിലേക്ക് ആൾക്കാർ അടിക്കാറുണ്ട്. ക്രോസോ ഷോട്ടോ ആ സാധനം പോകുമ്പോഴേക്കും നവോച്ച അവിടെ വന്ന് കാല് വെച്ചിട്ടുണ്ടായിരുന്നു അത് തടയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഡിഫൻഡേഴ്സ് പൊസിഷനിലും ഉണ്ടായിരുന്നു. എന്നാൽ ഔട്ട് ഓഫ് പൊസിഷൻ അത് സച്ചിൻ സുരേഷാണ്. ഇതെന്ത് ആംഗിളാണ് കവർ ചെയ്ത് വെച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫസ്റ്റ് പോസ്റ്റ് കവർ ചെയ്യാതെ എന്താണ് ഗോൾ കീപ്പർ ചെയ്തു കൂട്ടുന്നത്? ഒന്നാമത്തെ കാര്യം, പൊസിഷനിലുണ്ടെങ്കിൽ അത് സുഖമായിട്ട് കയ്യിൽ കളക്ട് ചെയ്യാവുന്ന പന്താണ്. രണ്ടാമത്, ഫസ്റ്റ് പോസ്റ്റിലേക്ക് വരുന്ന പന്ത് ഇങ്ങനെ ജമ്പ് ചെയ്ത് തടുക്കേണ്ട ഗതികേട് ഉണ്ടാവരുത്. ആ ജമ്പ് ചെയ്ത് കയ്യിൻ്റെ അടിയിൽ തട്ടിയിട്ടാണ് പന്ത് ഉള്ളിലേക്ക് കടക്കുന്നത്. അതിനർത്ഥം അത് ജമ്പിങ് ഡിസ്റ്റൻസ് ഇല്ല, അത് കാല് റീച്ച് ചെയ്യാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ എന്നുള്ളതാണ്. എനിവേ, ഇതല്ല ഏതായാലും ISL ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറുടെ കയ്യിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗോൾ കീപ്പർ ഡിപ്പാർട്ട്മെന്റ് ഇത്തരത്തിലാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ മറ്റേത് ഡിപ്പാർട്ട്മെന്റിലെ ചെറിയ കുറവുകൾ പോലും നമുക്ക് എക്സാജറേറ്റ് ചെയ്ത് പറയേണ്ടി വരും. ബ്ലാസ്റ്റേഴ്സിന്റെ ഈ വർഷത്തെ ഗോൾ കീപ്പർ കോച്ചിനെതിരെയുമാണ് ഈ ചോദ്യങ്ങൾ ഉയരുന്നത്. അടുത്ത കളി ഒരു മിന്നും പ്രകടനമായ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. നന്ദി.